അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് സാൾട്ടിനെ കുറിച്ചാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാൾട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന സാൾട്ട് എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ നെഗറ്റീവ് ചാർജും ബേസിൻ്റെ പോസിറ്റീവ് ചാർജും എടുത്തിട്ടുണ്ടാകുന്നതാണ് സാൾട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വീക്ക് സാൾട്ട്, ന്യൂട്രൽ സാൾട്ട്, പിന്നെ ബേസിക് സാൾട്ട്, ആസിഡിക് സാൾട്ട്, അതെല്ലാം ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കണം. ഇനി പറയാനുള്ളത് നമുക്ക് ബേസിക് ഒരു സാൾട്ടാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ NaHCO3 എന്നുള്ളതാണ് ബേക്കിംഗ് സോഡയുടെ പേര്, അഥവാ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഓക്കെ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എങ്ങനെ ഉണ്ടാകുന്നതാണ്. നമുക്ക് ആദ്യം വേണ്ടത് എന്തൊക്കെ വേണം? ലൈം സ്റ്റോൺ വേണം, അതാണ് കാൽസ്യം കാർബണേറ്റ് ആണ്. പിന്നെ സോഡിയം ക്ലോറൈഡ് വേണം. സോഡിയം ക്ലോറൈഡിന് എങ്ങനെയാണ്? ഒരു ബ്രെയിൻ ആയിട്ടാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷൻ. NaCl കൂടുതൽ കുറേ അധികം NaCl ഇട്ടിട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ, അതാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അമോണിയ വേണം, NH3 എന്നത് അമോണിയയും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലൈം സ്റ്റോണിനെ കത്തിക്കും. ലൈം സ്റ്റോണിനെ ഹീറ്റ് നൽകിയിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഈ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ NaCl നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ബ്രെയിനായിട്ട് രൂപത്തിൽ NaCl ഉണ്ടായിരുന്നു, അഥവാ NaCl കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്ത ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ NaClൻ്റെ ബ്രെയിൻ അവസ്ഥയിലുള്ള NaClഉം പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ അമോണിയ നമ്മൾ എടുത്ത് വെച്ചിരുന്നു, അമോണിയയും കൂട്ടി അതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് എന്ത് തരും? ഇതെല്ലാം പാടെ ചെയ്താൽ എന്ത് തരും? സൊല്യൂഷൻ ആയതുകൊണ്ടാണ്, NaClൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് ഇവിടെ H2O പാടെ കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാൽ എന്ത് തരും? NaHCO3 സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും പിന്നെ NH4Cl അമോണിയം ക്ലോറൈഡും അതിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിൽ ഫസ്റ്റ് കണ്ടില്ല NaHCO3 ആണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതാണ് എന്ത്? ബേക്കിംഗ് സോഡ അല്ലേ? അത് മനസ്സിലാക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യുമ്പോൾ ഈ ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടും? ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? സോഡിയം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡായി മാറും. അപ്പോൾ ഇത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ശേഷം നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ യൂസുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് പറഞ്ഞത്. യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ഫുഡുകൾ ഉണ്ടാക്കാനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ അപ്പം ഉണ്ടാക്കാനും എന്തുണ്ടാക്കാനും പഴംപൊരി ഉണ്ടാക്കാനൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതുപോലെ തന്നെ ബേക്കിംഗ് പവർ ഉണ്ടാക്കാൻ എന്തുപയോഗിക്കുന്നുണ്ട്? ബേക്കിംഗ് പൗഡർ എന്നാണ് തോന്നുന്നത്. ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ അല്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേറെയാണ്. ബേക്കിംഗ് പൗഡറിൽ എന്തുണ്ടാവും? ഈ ബേക്കിംഗ് സോഡയും അതോടുകൂടെ ഒരു ടാർട്ടാരിക് ആസിഡും അവിടെ കൂടിയാലാണ് ബേക്കിംഗ് പൗഡർ ആവുക. അതൊക്കെ അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാവ് കൂട്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്, പഴംപൊരി തന്നെ ഉപയോഗിക്കും. ഉദാഹരണം വെക്കുക, പഴംപൊരി എന്ത് ചെയ്യും? വീർത്ത് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യൽ? ബേക്കിംഗ് സോഡ ഇട്ടാണ് ചെയ്യുക. അപ്പോൾ ബേക്കിംഗ് സോഡയെ ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് കാരണത്താലാണ് എന്ത്? പഴംപൊരി വീർത്ത് വരാനുള്ള കാരണം. ഓക്കെ, പഴംപൊരി വീർത്ത് വരാനുള്ള കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സാധനം കൂടെ വരും, നമ്മൾ പറഞ്ഞിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും വരും, പിന്നെ സോഡിയം കാർബണേറ്റും വരും. ഈ സോഡിയം കാർബണേറ്റ് വന്നുകൊണ്ട് എന്ത് ചെയ്യും? മാവ് ഒരു ഒരു ബിറ്റർ ചൊയ, കയ്പ്പ് ചൊയ വരും. ഈ കയ്പ്പ് ചൊയയെ ഒഴിവാക്കാനാണ് എന്ത്? ബേക്കിംഗ് പൗഡർ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറിൽ എന്തുണ്ട്? ഒരു ടാർട്ടാരിക് ആസിഡ് ഉണ്ട്. ഈ ആസിഡ് എന്ത് ചെയ്യും? ഈ ബിറ്റർ ചൊയയെ ഒഴിവാക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻസിന് എന്തെങ്കിലും ആസിഡ് പരമായിട്ട് നമ്മൾ സ്റ്റൊമക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വയറിൽ എന്തെങ്കിലും ആസിഡിൻ്റെ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് റിലീഫ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബേക്കിംഗ് സോഡ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്കുകളിൽ 7up പോലത്തെ ഡ്രിങ്കുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ 7up പോലത്തെ ഡ്രിങ്കുകൾ നമ്മൾ കുടിക്കില്ലേ, അതിൽ എന്തുണ്ട്? ബേക്കിംഗ് സോഡ ഉണ്ട്. നെക്സ്റ്റ് എന്തിലും വരും? ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ തീയണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതിലും ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാണ്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്, അഥവാ സോൾവേസ് പ്രോസസ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ബേക്കിംഗ് സോഡ എന്നുള്ളത്. അത് നമുക്കൊരു വീഡിയോ ആക്കി തരാം, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ യൂസസ് നമ്മൾ പറഞ്ഞു. പിന്നെ വാഷിംഗ് സോഡയാണ് നെക്സ്റ്റ്. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഈ ബേക്കിംഗ് സോഡയെ ഒന്ന് ഹീറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമാണ് വാഷിംഗ് സോഡ. ഓക്കെ,
അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ NaHCO3, അതിനെ ഹീറ്റ് ചെയ്താൽ Na2CO3 എന്ന സോഡിയം ബൈകാർബോണേറ്റ് CO3 ആണ്. 3 എന്തുണ്ട് കാർബണിൻ്റെ ആറ്റങ്ങൾ ഉണ്ടാകുന്നത് ബൈകാർബോണേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോഡിയം കാർബോണേറ്റ് എന്ത് ചെയ്യും, സോഡിയം ഹൈഡ്രജൻ കാർബോണേറ്റിനെ ചൂടാക്കിയാൽ എന്തുണ്ട്, സോഡിയം കാർബോണേറ്റ് കിട്ടും. അപ്പോൾ സോഡിയം കാർബോണേറ്റ് ആയില്ലേ, Na2CO3 എന്ന് പറഞ്ഞാൽ സോഡിയം കാർബോണേറ്റ് ആണ്. അതെന്താണ്, ഒരു വാട്ടർ രൂപത്തിലായിരിക്കും, ഒരു സൊല്യൂഷൻ രൂപത്തിലായിരിക്കും Na2CO3 എന്നുണ്ടാവുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യണം. ക്രിസ്റ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, റീക്രിസ്റ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ സോൾഡ് രൂപത്തിലാക്കണം. അപ്പോൾ സോൾഡ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ കൂടുതൽ മോളിക്യൂളുകൾ കൂട്ടി കൊടുക്കും. അപ്പോൾ റിട്ടേൺ H2O എന്നുള്ള വാട്ടർ മോളിക്യൂളുകൾ 10 വാട്ടർ മോളിക്യൂളുകൾ കൂട്ടി കൊടുക്കും. അപ്പോൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ക്രിസ്റ്റലുകളിൽ എത്ര മോളിക്യൂളാണ് വേണ്ടത് നമ്മൾ നോക്കുക. അപ്പോൾ ഐസ് കട്ടായിരിക്കുമ്പോൾ കൂടുതൽ മോളിക്യൂളാണോ കുറച്ച് മോളിക്യൂളാണോ, ആ 10 മോളിക്യൂളുകൾ കൂടുമ്പോൾ ഐസ് എന്താവും, ഇത് ക്രിസ്റ്റൽ രൂപത്തിലേക്കായിട്ട് മാറും എന്ന് മനസ്സിലാക്കണം. H2Oയുടെ 10 മോളിക്യൂൾ കൂടുമ്പോൾ സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽ രൂപത്തിലേക്കായിട്ട് മാറും. അങ്ങനെ അതെന്താവും, Na2CO3 H2O എന്നുള്ള രൂപത്തിലേക്ക് എത്തുന്നതാണ് വാഷിംഗ് സോഡ. ഓക്കെ, അതിൻ്റെ യൂസേജുകൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ ഓഫ് കോസ്റ്റിക് സോഡ, ഗ്ലാസ്, സോപ്പ് പൗഡേഴ്സ്, ബോറക്സ് ആൻഡ് ഇൻ പേപ്പർ ഇൻഡസ്ട്രി. ഓക്കെ, അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ റിമൂവിങ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ കട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആസ് എ ക്ലീൻസിങ് ഏജൻറ്റ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്, നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡ്രസ്സിന് പിന്നെ ക്ലോത്തിനൊക്കെ നല്ല ഒരു വെളുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓക്കെ, അതുകൊണ്ടാണ് സോപ്പ് പൗഡറിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ട്. ബോറക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും, എന്താ ബോറക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു പൊടിയാണ്. എന്തിനാ ഉപയോഗിക്കുന്നത്, ആദ്യം നമുക്ക് പിന്നീട് പറയട്ടോ. സോഡിയം ബോറേറ്റ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ പ്ലാസ്റ്റർ പാരീസ് ആണ് അടുത്ത് പറയാനുള്ളത്. പ്ലാസ്റ്റർ പാരീസ് ജിപ്സത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ജിപ്സം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ പേര് 2CaSO4H2O എന്നുള്ളതാണ് എന്തിൻ്റെ പേര്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീലിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ ജിപ്സാണ് ഇതിന് വേണ്ടത്. ജിപ്സ് എന്ന് പറഞ്ഞാൽ CaSO4 2H2O. അപ്പോൾ ജിപ്സത്തിൻ്റെ 2H2O ഉണ്ട് ജിപ്സത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ്റെ എമൗണ്ട് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, എത്ര വാട്ടറിൻ്റെ മോളിക്യൂൾ വേണം ഇത് ക്രിസ്റ്റൽ ആവാൻ എന്നുള്ള എമൗണ്ട് എന്താണ്, ജിപ്സത്തിൽ കൂടുതലാണ്. അത് പക്ഷേ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ കുറവായിരിക്കും. ജിപ്സത്തിലെ 2H2O എന്നുള്ളതിനെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ജിപ്സ് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്താൽ 100 ഡിഗ്രി സെൽഷ്യസിൽ അഥവാ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ അതിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, CaSO4 1/2H2O. അതിനെ എന്ത് ചെയ്തു, നമ്മൾ 2H2O എന്നുള്ളതിനെ 1/H2O എന്നാക്കി 1/2H2O എന്നാക്കി മാറ്റി 3/2H2O പ്ലസ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 1/2H2O എന്നുള്ളത് എന്താണ്, CaSO4 1/2H2O എന്നുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നെക്സ്റ്റ് അതിൻ്റെ യൂസുകൾ എന്താണെന്ന് വെച്ചാൽ, അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ ഇതിൻ്റെ യൂസുകൾ എന്താണെന്ന് വെച്ചാൽ, ഇൻ മേക്കിംഗ് കാസ്റ്റ് ഫോർ മാനുഫാക്ചർ ടോയ്സ് ഉണ്ടാക്കാൻ. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന എന്താ പറയുക, മൗൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു എന്തുണ്ടാവില്ലേ, അതിൻ്റെ മെൽറ്റഡായ ഫോം ഉണ്ടാവില്ലേ, ഉരുകിയ ഫോം, എന്നിട്ട് അതിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഇത് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാവുക. അപ്പോൾ ആ കേസ്റ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ കേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉരുകിയ ഫോമിനാണ് പറയുക. പിന്നെ ഇൻ മെഡിസിനിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെന്തിന് ഈ പൊട്ടിയ എല്ലൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് മെഡിസിനിൽ ഇത് കൂട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീടിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡെക്കറേറ്റീവ് ഡിസൈനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ബോർഡ് മേതിന് ചാക്ക് ഉണ്ടാക്കുന്ന ചാക്കിൽ എന്താ ഉപയോഗിക്കുന്നത്, ചാക്കിൽ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ മേക്കിംഗ് ഫയർ പ്രൂഫ് മെറ്റീരിയൽസ്. ഓക്കെ, തീ വരാതിരിക്കാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ നല്ല ഒരു വെള്ള വസ്ത്രം വാങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ വെളുത്തിട്ട് നിൽക്കും. ആ വെളുക്കാനുള്ള കാരണമാണ് ഈ ബ്ലീച്ചിങ് പൗഡർ. നമ്മളത് ഒരു വട്ടം അലക്കിയാൽ പിന്നെ ആകെ മഞ്ഞായിട്ട് മാറും. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടായതുകൊണ്ടാണ് അത് വെളുത്ത രീതിയിൽ ഇങ്ങനെ
നിൽക്കുന്നത്. അതെങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുക? അതിന് വേണ്ടി സ്ലൈക്ഡ് ലൈമും ക്ലോറിൻ ഗ്യാസുമാണ്. അപ്പോൾ ആ ഫോട്ടോ നോക്കുക, ടെക്സ്റ്റിലുണ്ടൊരു ഫോട്ടോ, ആ ഫോട്ടോത്തിൽ കാണും മേലെ കൂടെ സ്ലൈക്ഡ് ലൈമും പാർന്നാൽ അടിയിൽ ക്ലോറൈൻ ഉണ്ടാവും. അടിയത്തെ ഒരു സിലിണ്ടറിൽ എന്തുണ്ടാവും? ക്ലോറൈൻ ഉണ്ടാവും. അതുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഈ സ്ലൈക്ഡ് ലൈം എന്താവും? ബ്ലീച്ചിങ് പൗഡറും ക്ലോറൈനായിട്ടും ബ്ലീച്ചിങ് പൗഡറായിട്ട് താഴേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് പറയാം. എന്താ വെച്ചാൽ ഡ്രൈ സ്ലൈക്ഡ് ലൈമാണ്. സ്ലൈക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതെന്ത് ചെയ്യും? സിലിണ്ടറിലൂടെ ക്ലോറിനേറ്റ് ചെയ്യുന്ന സിലിണ്ടർ, അതിൻ്റെ ഉള്ളിൽ ക്ലോറിൻ ഉണ്ട്. അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ, ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ക്ലോറിൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സിലിണ്ടറിലൂടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് വിടുമ്പോൾ എന്ത് ചെയ്യും? സ്ലോലി അടിക്കിങ് വന്നിട്ട് ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യും? ക്ലോറിൻ ഒഴിവാക്കിയിട്ട് എന്ത് തരും? ബ്ലീച്ചിങ് പൗഡർ തരും എന്നുള്ളതാണ്. അഥവാ സ്ലൈക്ഡ് ലൈമും ക്ലോറിനും കൂടിയാൽ ബ്ലീച്ചിങ് പൗഡറും H2O ഉണ്ടാവും. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അഥവാ ടെക്സ്റ്റൈൽസിലേക്ക് നല്ല വസ്ത്രം നല്ല വെളുത്തിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ കണ്ടാൽ നല്ല വെളുപ്പുണ്ട് വിചാരിക്കും. വീട്ടിൽ വെച്ചിട്ട് ഒരു വട്ടം അലക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ വെളുപ്പൊക്കെ പോകും, ആകെ മഞ്ഞ കളറായിരിക്കും. അപ്പോൾ നമ്മൾ എന്താവും? അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. ഓക്കെ, ഇൻ പേപ്പർ ഇൻഡസ്ട്രി ഫോർ ബ്ലീച്ചിങ് ഓഫ് വുഡ് പൾപ്പ്. അത് വുഡിൻ്റെ നമ്മൾ അറിയാം, എന്ത് പേപ്പർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മുളയുടെ പൊടിയിൽ നിന്നല്ലേ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ മുളയുടെ പൊടി പറഞ്ഞാൽ മഞ്ഞ സാധനമല്ലേ കാരം, അത് വെളുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട് പേപ്പർ ഉണ്ടാക്കുന്നതിൽ. ഇൻ മേക്കിംഗ് വൂൾ അൺശ്രിങ്കബിൾ. വൂൾ എന്ന് പറഞ്ഞാൽ വൂളിനെ ചുരുങ്ങാതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാധനം സഹായിക്കുന്നുണ്ട്. വൂൾ എന്ന് പറഞ്ഞാൽ പരുത്തിയല്ല, എന്താ പറയുക, പരുത്തിയല്ല, എന്താണ് ആടിൻ്റെ രോമം, അതൊക്കെ. യൂസ്ഡ് ആസ് ഡിസ്ഇൻഫെക്റ്റൻ്റ് ആൻഡ് ജെർമിസൈഡ് യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റൻ്റ് ആൻഡ് ജെർമിസൈഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് വാട്ടർ. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതിലെ കീടനാശിനിയായിട്ടും അതിലുള്ള എന്താ പറയുക, അതിൻ്റെ പുഴുക്കളൊക്കെ, ജെർമുകളെ, മൈക്രോ ഓർഗാനിസത്തിലൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബ്ലീച്ചിങ് പൗഡർ. നമ്മളെന്ത് ചെയ്യും? വെള്ളത്തിൽ ഉപയോഗിക്കാറില്ലേ ബ്ലീച്ചിങ് പൗഡർ? ഒരു മണമൊക്കെ ഉണ്ടാവില്ലേ? മനസ്സിലാക്കണം, ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ എന്താവുമോ? തൊഹൂറാക്കാൻ പറ്റുമോ? തൊഹൂറാക്കാൻ പറ്റൂലേ? ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ മണം മാറുന്നില്ലേ? ഫിഖിൽ ചർച്ച ചെയ്യണം അതൊക്കെ. നെക്സ്റ്റ്, യൂസ്ഡ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയാം. ഓക്കെ, 1 മിനിറ്റ്. മറ്റുള്ള വസ്തുക്കൾക്ക് ഓക്സിഡൈസ് നൽകുക എന്നുള്ളതിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ഇൻഷാല്ലാ അടുത്ത പീരീഡ് പറയാം. നമ്മൾ പാഠം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കഴിഞ്ഞ എല്ലാവരും ഞാൻ എന്താ പറയുക, വീഡിയോ മാറ്റാൻ മറന്നിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ക്ലാസ് കേൾക്കട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഈ പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഞാൻ നാളെ ക്ലാസ് റൂമിൻ്റെ ലിങ്ക് ഇട്ട് തരും കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ലിങ്ക് ഇട്ട് തരും. എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ 2-3 ക്വസ്റ്റ്യൻ ഇടും. ആ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതിത്തരാം. CC ആണ്, അതിന് മാർക്ക് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ നാളെ അടുത്ത പീരീഡൊക്കെ ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ചോദ്യം ഉണ്ടാവും എക്സസൈസ് എല്ലാവരും നോക്കി വരും വേണം. ഓക്കെ, എക്സസൈസ് എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചു വരണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.